ഒന്നുമില്ല എന്റെ അമ്മായി. പൂജയ്ക്ക് പോവാൻ ഒരുങ്ങി കഴിഞ്ഞോന്നറിയാൻ ഞാനൊന്ന് കേറി നോക്കിയതാ. എന്നെ കണ്ടപ്പോ പെട്ടെന്ന് പേടിച്ചു വിറച്ച് കയ്യിലുണ്ടായിരുന്ന സാരിയൊക്കെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ഞാനാ ഇപ്പൊ എല്ലാത്തിനും കുഴപ്പമെന്നാ പറയുന്നത്. വെറുതെ അമ്മയുടെ മുന്നിൽ വെച്ച് കള്ളം പറയരുത്. നീ എന്റെ പിന്നിൽ വന്ന് ശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ചില്ലേടി? ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കാൻ ഞാൻ എന്താ അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടിയോ? കീർത്തി, ഒരു നല്ല ദിവസമായിട്ട് ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ലേ നിനക്ക്? എല്ലാത്തിനും നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? നിങ്ങളുടെ കാര്യത്തിന് ഇവിടെ ആരും ഒരു തടസ്സവും നിൽക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടോ? ഇനി അമ്മായും തുടങ്ങിക്കോ പറയാൻ. അല്ലെങ്കിലും മരുമോളെ സംരക്ഷിക്കാൻ ഞങ്ങളെ തള്ളിപ്പറയലാണല്ലോ അമ്മായിയുടെ പ്രധാന ജോലി. എന്തിനാ കീർത്തി നീ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നേ? ഗാതമോളെ ഒരുങ്ങാൻ വിട്ടത് ഞാനാ. അത് കഴിഞ്ഞ് ഗാതമോള് പുറത്തിറങ്ങി വരുമല്ലോ, ഞാൻ അതിനല്ലേ പുറത്ത് കാത്തു നിന്നത്. നീ ഒന്നിറങ്ങിപ്പോയേ. എന്നിട്ട് നീ അമ്മയും കൂട്ടി നാഗത്തറയിലേക്ക് വരാൻ നോക്ക്. ന്യായീകരിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആരെ എന്തും ചെയ്യാലോ. എന്തൊരു ശല്യം ഇത്! ഓരോരുത്തരും മാറി മാറി വെറുതെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കാം. അത് പോട്ടെ മോളെ, അവരച്ഛനും അമ്മയും മോളും എത്ര പറഞ്ഞാലും ഇതൊക്കെ തന്നെ ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ല, മോളെന്തിനാ ഈ ഡ്രസ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നേ? അല്ല, പൂജയ്ക്ക് പോകുമ്പോ എടുക്കാൻ. പൂജയ്ക്ക് പോകുമ്പോ മോഡേൺ സാരികളൊന്നും പറ്റില്ല. സെറ്റ് സാരി ഉടുത്താ മതി. സെറ്റ് സാരിയോ? അത് നന്നായിട്ട് ചേരുമല്ലോ മോൾക്ക്. നല്ല ഭംഗിയാ അത് ഉടുക്കുമ്പോ. പെട്ടെന്നാവട്ടെ, ബാക്കി എല്ലാവരും റെഡി ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ പെട്ടെന്ന് റെഡി. നന്ദ, സിദ്ധം പറഞ്ഞതുപോലെ വിഷുവിന്റെ പൂജകൾ ചെയ്യാനും കണിയൊരുക്കാനും ഏതെങ്കിലും വഴിക്ക് കൃഷ്ണ എത്താൻ സാധ്യതയുണ്ടോ? എങ്ങനെയമ്മേ, നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണ വരാൻ എന്താ വഴി? ഇറങ്ങുമോളെ. ഇതെന്തിരിപ്പ ഇത്? ഇറങ്ങി വാ മോളെ. അത് കണ്ടോ നീ? അത് കൃഷ്ണയാ. നാഗദൈവങ്ങൾ അവളെ കൃത്യമായി എത്തിച്ചു. അത്ഭുതാണല്ലോ അമ്മേ. എന്താ മോളിക്കുട്ടി, ജംഗ്ഷനിൽ വെച്ച് ഞാൻ കാണുമ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇന്ന് ചാടി ഇറങ്ങുന്ന ആളല്ലേ? ഇപ്പൊ എന്താ ഒരു താമസം? ഇതെന്താ രണ്ടാളും വല്ലാത്തൊരു മൗനം? ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നാം ഇറങ്ങിപ്പോയോ? അങ്ങനെയൊന്നുമില്ല. അത് ശരി, എന്നാ പിന്നെ ഒന്ന് ചിരിച്ചോണ്ട് നടക്കുമോളെ. പെൺകുട്ടികളെ ചിരിച്ചോണ്ട് നടക്കുന്നത് കാണാൻ തന്നെ ഒരു അഴകല്ലേ. ഇനി അച്ഛനോട് ഉള്ള കാര്യം പറയാലോ. അച്ഛന്റെ മോളുടെ ചിരിക്കേ വല്ലാത്തൊരു അഴകാ. അച്ഛനും മോളും. അപ്പോ ഇതാണ് കൃഷ്ണയുടെ അച്ഛൻ, ജയിലിലായിരുന്ന ശ്രീനിവാസ്. മോളെ ഗാതമോളകത്തുണ്ടല്ലോ. രണ്ടുപേരും ഒരുമിച്ച് നവീനം മറ്റുള്ളവരും കണ്ട. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൃഷ്ണ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ തീരുമാനമാണ്. കാണുവാണെങ്കിൽ കാണട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാവാനാണെങ്കിൽ ഉണ്ടാവട്ടെ. ഇന്നത്തോടെ എല്ലാം കലങ്ങി തെളിഞ്ഞേ പറ്റൂ. കൃഷ്ണ തന്നെയാണ് നവീന്റെ ഭാര്യ. കൃഷ്ണ തന്നെയാണ് അവന്റെ കൂടെ ജീവിക്കേണ്ടതും. എല്ലാവരുടെ മുന്നിലും നമുക്ക് പറയാനുള്ളൊരവസരമല്ലേ. സാറേ, ഇങ്ങോട്ടെത്താൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ടാണോ മണിക്കുഞ്ഞെ? വഴി പറഞ്ഞു തരാൻ മൊബൈൽ ആളിരിക്കില്ലേ?
അതും നല്ല ഇമ്പമാർന്ന ശബ്ദത്തിൽ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചു. നല്ലൊരു കാര്യത്തിന് വരുമ്പോ ഇതിനെയൊക്കെ ആരെങ്കിലും കൊണ്ടുവരുമോ സാറേ? തന്റെ അടുത്തേക്കല്ലേ വരുന്നേ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ആരെ കൊണ്ടുവരാനാ? എനിക്കെന്താ കുഴപ്പം? അല്ല, അത് നീ പറഞ്ഞിട്ട് പോയാ മതി. തന്റെ കുഴപ്പം എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. അല്ല അനിയൻ സാറേ, ഈ നവീൻ സാറ് ഏത് വിധത്തിൽ നോക്കിയാലും നല്ലവനാ. ജീവിതത്തിൽ അങ്ങേര് ഒരു ചീത്തക്കാരിയെ ചെയ്തിട്ടുള്ളൂ. ദേ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്. എന്താണ്? ഹലോ നവീൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ മണിക്കുഞ്ഞത് വീട്ടിലൊന്ന് കയറിയവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അല്ല സാറേ, ഇവിടെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോ രണ്ടാളും കീരിയും പാമ്പിനെയും പോലെയാണ്. എന്ത് ചെയ്യാനാ സർ? ഇവിടെ മൊത്തത്തിലൊരു തിരക്ക് പിടിച്ച ദിവസമാണ്. അതിന്റെ ഇടയിലാണ് നമ്മുടെ രജിസ്ട്രേഷനും. സാറിന് പരിഭവം തോന്നരുത്. എടോ, ഒരു പരിഭവം ഇല്ലാത്ത മനസ്സോടെയാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ. ഇനി താനായിട്ട് പറഞ്ഞൊരു പരിഭവം ഉണ്ടാക്കാണ്ടിരുന്നാ മതി. എന്നാ പിന്നെ മണിക്കുഞ്ഞ് ഇവരെ രജിസ്ട്രാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ആയിക്കോട്ടെ. അല്ല മോളിക്കുട്ടി, ഇതിനൊക്കെ മുന്നിട്ട് നിന്നിരുന്ന ഒരാളുണ്ടല്ലോ, കൃഷ്ണ. അയാൾ എവിടെ പോയി? അത് പിന്നെ നവീൻ സാറേ, നവീൻ പൂജയ്ക്ക് പോവാൻ സമയമായി, പോണ്ടേ? സർ, ഇതാണ് എന്റെ അമ്മ, ശ്രീമതി സുമിത്ര. നമസ്കാരം. നമസ്കാരം.